സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയും ബിജെപി കോർ കമ്മിറ്റിയും ഇന്ന് ചേരുകയാണ്. കെ.സി. വേണുഗോപാലിന് പിന്നാലെ മത്സരിക്കാനില്ല എന്ന നിലപാട് അറിയിച്ച് കെ. സുധാകരനും രംഗത്തെത്തി. ഉമ്മൻചാണ്ടിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനും ആന്റോ ആന്റണിക്ക് ഇടുക്കി നൽകാനുമാണ് പുതിയ ആലോചന. പാലക്കാട്ട് ഷാഫി പറമ്പിൽ എം.എൽ.എ മത്സരിപ്പിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കണമെന്നാണ് മുതിർന്ന നേതാക്കൾക്ക് മുന്നിലുള്ള നിർദ്ദേശം. ഇന്ന് ചേരുന്ന കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ എം.എൽ.എമാരും മുതിർന്ന നേതാക്കളും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവും. പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ബിജെപി കോർ കമ്മിറ്റിയും കോട്ടയത്ത് ചേരുന്നുണ്ട്. കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി.ജെ. ജോസഫ് വരുമോ എന്ന് ഇന്നറിയാം. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച എൽ.ഡി.എഫും മുസ്ലിം ലീഗും പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട്. പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരത്ത് നിന്ന് സജിത്ത്, കൊച്ചിയിൽ നിന്ന് ഡാനി, മറ്റ് റിപ്പോർട്ടർമാരും നമ്മളോട് കൂടെ ചേരും. ആദ്യം കൊച്ചിയിൽ നിന്ന് ഡാനിയിലേക്ക്. ഡാനി, വിവിധ കേന്ദ്രങ്ങളിൽ ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുന്നു. എൽ.ഡി.എഫ് ആണെങ്കിൽ പലപടി മുന്നിലാണ്. പ്രചാരണ രംഗത്ത് തന്നെ സജീവമായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ ചർച്ചകൾ ഇപ്പോഴും അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നേയുള്ളൂ. ബി.ജെ.പിയുടെ കാര്യത്തിലും മധ്യ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ.ഡി.എഫ് ഒരു ചുവട് മുന്നിൽ തന്നെയാണ്. കാരണം പ്രചാരണ രംഗത്ത് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ തർക്കങ്ങളില്ലാതെ തന്നെ പ്രഖ്യാപിച്ച് മുന്നേറാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഒരു ആധിപത്യം കൂടുതൽ ദിവസങ്ങളിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിൽ പൊതുവെ യു.ഡി.എഫ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു അവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും തന്നെ വ്യക്തത വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ആരാണ് ഏതൊക്കെ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നു, ഏതൊക്കെ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥി ആകുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. എറണാകുളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കെ.വി. തോമസ് സിറ്റിംഗ് എം.പിക്ക് തന്നെയായിരുന്നു ആദ്യഘട്ട പരിഗണന എങ്കിലും പിന്നീട് അത്തരം ഒരു ചർച്ചകൾ വഴിമാറുന്നു. യുവാക്കൾക്ക് അവസരം നൽകണം എന്ന രീതിയിലേക്ക് ചർച്ചകൾ മാറുന്നു. കെ.പി.സി.സി അത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ചർച്ചകൾ നടത്തുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ചാലക്കുടിയിലും തൃശ്ശൂരും തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകുന്നു എന്ന് പറയുമ്പോഴും അവിടെ പാർട്ടിയുടെ ആഭ്യന്തര കലാപം വളരെ രൂക്ഷമായി തന്നെ തുടരുന്നു. ഇങ്ങനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിലവിൽ വ്യക്തത ഇല്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. മറുപക്ഷത്ത് എൽ.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ പേരുവിവരങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയുന്നു. എറണാകുളത്താണെങ്കിൽ പി. രാജീവ് ചുവരെഴുത്തുകൾ പോലും പൂർത്തിയാക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു. അദ്ദേഹത്തിൻ്റെ ഭവന സന്ദർശന പരിപാടികൾ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 5-നാണ് അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM പോളിറ്റ് ബ്യൂറോ അംഗമായ M.A. ബേബി ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്നസെൻ്റ് ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് പാറക്കടവിൽ നിന്ന് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെ അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ ചേരുന്നു. വൈകിട്ട് മന്ത്രി K. കൃഷ്ണൻകുട്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ മധ്യ കേരളത്തിൽ പൊതുവെയും ഇത്തരം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ ഭവന സന്ദർശന പരിപാടികൾ, പ്രമുഖരെ സന്ദർശിക്കുന്ന അടക്കമുള്ള പരിപാടികൾ തുടരുകയാണ്. കൺവെൻഷനുകൾ പൂർത്തിയാക്കിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നിയോജക മണ്ഡലം കൺവെൻഷനിലേക്ക് തന്നെ മാറുന്ന രീതിയിലേക്ക് പ്രവർത്തന പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് കേഡർ ഓരോ ഘട്ടങ്ങളിലേക്ക് ഡാനിലേക്ക് വരാം. ഇപ്പോൾ ഉണ്ണി ചേരുന്നു ഡൽഹിയിൽ നിന്നും. ഉണ്ണിയും, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന നിമിഷം വരുന്ന വാർത്തകൾ, ഊഹങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ ഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും. എന്താണ് ഈ അവസാന നിമിഷം, ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സെഷനിലാണെങ്കിലും അവസാന നിമിഷം വരുന്ന നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ ഡൽഹിയിലെ വാർറൂമായ GRG റോഡിലെ വാർറൂമിലാണ് തുടങ്ങാൻ പോകുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ഇതുവരെ വന്നിരിക്കുന്ന പേരുകളെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അനൗപചാരികമായി നിരവധി റൗണ്ടുകൾ ചർച്ച നടത്തിയിരുന്നു സ്ഥാനാർത്ഥികളുടെ പേരുകൾ സംബന്ധിച്ച്. അതിന്മേലുള്ള പ്രാഥമിക പട്ടികയിലാണ് ചർച്ച നടക്കാൻ പോകുന്നത്. അതേസമയം മുതിർന്ന നേതാക്കൾ മത്സരത്തോട് വിമുഖത കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ അലട്ടുന്ന വലിയൊരു വിഷയം. കണ്ണൂരിൽ മത്സരിക്കുമെന്ന് അറിയിച്ചിരുന്ന K. സുധാകരൻ പിന്മാറുമെന്ന് അദ്ദേഹം നേതാക്കളെ അറിയിക്കുന്നു. അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് താല്പര്യം, പാർലമെന്റിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുന്നു. മുല്ലപ്പള്ളി മത്സരിക്കാനില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഉമ്മൻചാണ്ടിയും മത്സരത്തോട് താല്പര്യം കാണിച്ചിട്ടില്ല. VM സുധീരനും സമാന സാഹചര്യത്തിൽ. ഒപ്പം K.C. വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കില്ല എന്ന് ഇന്നലെ പറഞ്ഞതാണ്. ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ട് മത്സരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. ഒരുപക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ മുതിർന്ന നേതാക്കളെ ഒക്കെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നേക്കും. കാരണം ആലപ്പുഴയിൽ
നിയമസഭയിൽ KC വേണുഗോപാൽ ഇല്ല എങ്കിൽ ആര് മത്സരിക്കുമെന്നത് ഒരു പ്രതിസന്ധി തന്നെയാണ്. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ മത്സരിപ്പിക്കുക എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചാൽ ആന്റോ ആന്റണിയെ പകരം ഇടുക്കിയിൽ മത്സരിപ്പിച്ചാൽ ആ 2 സീറ്റുകളും നേടാം. കോട്ടയം അടക്കമുള്ള മണ്ഡലങ്ങളിൽ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാക്കാമെന്നൊരു പ്രതീക്ഷ കൂടി കോൺഗ്രസിനുണ്ട്. മുല്ലപ്പള്ളി തികഞ്ഞ മറ്റൊരു മികച്ച സ്ഥാനാർത്ഥി വടകരയിൽ ഇല്ല എന്നതിനെയാണ് പാർട്ടി നേരിടുന്ന വെല്ലുവിളി. ടി സിദ്ദിഖിന്റെ പേര് വടകരയിൽ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ജയരാജന് ശക്തനായ ഒരു എതിരാളിയായി മാറാൻ സിദ്ദിഖിന് കഴിയുമോ എന്നൊരു ആശങ്ക പാർട്ടിക്ക് ഉണ്ട് താനും. ഇത്തരത്തിൽ പ്രമുഖ നേതാക്കളുടെ ഒരു വിമുഖത അവരെ ഏത് തരത്തിൽ അനുനയിപ്പിക്കുമെന്നതാണ് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ടതാവുക. ഇന്നത്തെ ചർച്ചയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ മാത്രമാണ് അന്തിമവട്ട ചർച്ചകൾ നടക്കുക. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആണ് നടക്കുക. അതിലായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകുക. അതേസമയം 4 സിറ്റിംഗ് MLA-മാരുടെ പേരുകളാണ് ഇപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സാധ്യതാ പട്ടികയിൽ അടൂർ പ്രകാശ്, ഉമ്മൻചാണ്ടി, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. പാലക്കാട്ട് VK ശ്രീകണ്ഠന്റെ പേരും ലതിക സുഭാഷിന്റെ പേരും പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും ഷാഫി പറമ്പിൽ അവസരം നൽകിയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്ന കാര്യത്തിലും അന്തിമമായ തീരുമാനമുണ്ടാവുക ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നായിരിക്കും. 3 സിറ്റിംഗ് MP-മാരുടെ മത്സരം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ശശി തരൂരും ഒപ്പം കൊടിക്കുന്നിൽ സുരേഷും MK രാഘവനും മത്സരിക്കുമെന്ന കാര്യം ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ആന്റോ ആന്റണിയുടെ കാര്യത്തിലാണ് ഇപ്പോഴും ഏത് മണ്ഡലത്തിലായിരിക്കുമെന്നതിൽ അനിശ്ചിതത്വം തുടരുന്നത്. ഉണ്ണി തുടരുക. ഇപ്പോൾ സൈത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈത്ത് ഇപ്പോൾ ഉണ്ണി സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാന നേതാക്കളുടെ വലിയ നേതാക്കളുടെ മത്സരിക്കാനുള്ള വിമുഖത തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു പട്ടിക അന്തിമമാക്കുന്നതിന് പ്രക്രിയ നീളാനുള്ള പ്രധാന കാരണവും. അവരെത്തരത്തിൽ ഇന്ന് അനുനയിപ്പിക്കുന്നു എന്നുള്ളത് ഈ ദിവസം നമ്മൾ നോക്കി കാണേണ്ടതും. സൈത്ത് തെക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുമുന്നണി പല ചുവട് മുന്നേറി കഴിഞ്ഞു. കാരണം പ്രചാരണം പല രീതിയിൽ തുടങ്ങി. എങ്ങനെയൊക്കെയാണ് ഇന്നലെയും ഇന്നുമായി ഇടതുമുന്നണിയുടെയൊക്കെ പ്രചാരണ രീതികൾ, മറ്റ് കേന്ദ്രങ്ങളുടെ സജ്ജീകരണങ്ങൾ? തെക്കൻ കേരളത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇടതുമുന്നണിയാണ് പ്രചരണ രംഗത്ത് മുന്നിലുള്ളത്. ഇടതുമുന്നണി കൺവെൻഷനുകൾ നടന്നു വരികയാണ്. ഇന്ന് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് വിപുലമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുമായി ഇടതുമുന്നണി രംഗത്തെത്തിക്കഴിഞ്ഞു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ കൂടിയും ഇടതുമുന്നണി പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. റോഡ് ഷോ പോലെയുള്ള പുതിയ പ്രചരണ പരിപാടികളൊക്കെ അവർ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി കൂടുതൽ അടുക്കും ചിട്ടയുമായി മുന്നോട്ട് പോകാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെ നേരിട്ട് കാണുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാണിപ്പോൾ സ്ഥാനാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പരിപാടികളിൽ പങ്കെടുക്കുക തുടങ്ങിയ കൺവെൻഷനുകൾക്ക് പുറമെ മറ്റ് പരിപാടികളിലൊക്കെ പങ്കെടുക്കുക, ഇതിലൊക്കെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ സമയം ചെലവഴിക്കുന്നുണ്ട്. UDF ക്യാമ്പിൽ പൊതുവിലൊരു ആശയക്കുഴപ്പമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ അതേസമയം UDF സജീവമാണ്. ഇന്ന് ശശി തരൂരിൻ്റെ പ്രചരണ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ്. ഈ തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിൽ കൂടിയും ശശി തരൂർ ആ തരത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലൊന്നും കോൺഗ്രസ് ആ തരത്തിലേക്കുള്ള പ്രചരണ പരിപാടികളുമായി ഇതുവരെയും രംഗത്തേക്ക് വന്നിട്ടില്ല എന്നതാണ് ചിത്രം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ BJP-യും സജീവമായി തന്നെ രംഗത്തുണ്ട്. കാരണം തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമാണ്. കാരണം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ലെങ്കിൽ കൂടിയും UDF-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച കൃത്യമായ ധാരണയുണ്ട്. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണ്. BJP അതൊരു വലിയ പ്രചരണ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് കുമ്മനത്തിന് നാളെ സംസ്ഥാനത്തെത്തുന്ന കുമ്മനത്തിന് വലിയ സ്വീകരണം ഒരുക്കാനാണ് നീക്കമിടുന്നത്. ഒരു താരപരിവേഷത്തോടു കൂടി കുമ്മനത്തിന് സ്വീകരണം ഒരുക്കി അത് തിരുവനന്തപുരത്ത് നേട്ടമാക്കി മാറ്റുക, ഇതാണ് BJP-യുടെ തന്ത്രം. BJP-യും കുമ്മനത്തിന്റെ ചുവരെഴുത്തുകളടക്കം ആരംഭിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. തെക്കൻ കേരളത്തിന്റെ ഒരു പൊതുചിത്രവും ഇതാണ്. എന്തായാലും ഇടതുമുന്നണി തന്നെയാണ് പ്രചരണ രംഗത്ത് ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുചിത്രം നമുക്ക് വ്യക്തമാകും. വോട്ടർമാരുടെ അന്തിമ കണക്ക്, പ്രശ്നസാധ്യതാ ബൂത്തുകളുടെ ലിസ്റ്റ്, ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തതയുണ്ടാവും. ഒപ്പം തന്നെ രാജ്യമൊട്ടുക്ക് രാജ്യത്ത് പൊതുവിൽ സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ തുടർച്ചയായി കേരളത്തിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, കേരളത്തിൽ മറ്റെന്തെങ്കിലും ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവും. തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന കാര്യങ്ങളുടെ പൊതുചിത്രമാണ് സയ്യിദ് നൽകിയത്. ഇനി ഷഹീദിലേക്ക്. ഷഹീദ്, മലബാറിലേക്ക് വരികയാണെങ്കിൽ ലീഗ് 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടതുമുന്നണി അവരുടെ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിൽ അവസാന മൂമെന്റുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നുമുണ്ട്. എന്താണ് പ്രചരണ രംഗത്തുള്ള അവസ്ഥ ഇന്നലെയും ഇന്നുമായി? ഇന്ന് മലബാർ മേഖലയിൽ നടക്കുന്ന പ്രചാരണ രീതികൾ എന്തൊക്കെയാണ്? ഇന്ന് നടക്കുന്ന പ്രധാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്?
ഗോപി സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷം ഒരുപടി മുമ്പേ തന്നെ പതിവ് പോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു നേട്ടം അവർക്ക് പ്രചരണ രംഗത്തുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഇന്നലെ തന്നെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി രംഗത്ത് ഇറങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും പ്രധാന കേന്ദ്രങ്ങൾ, മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ച് ആ തലത്തിൽ പ്രചരണത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നത്. എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇടതുപക്ഷത്തിന് കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിൽ ചില ഒരു ആശയക്കുഴപ്പം. കാരണം ഘടകകക്ഷിയായ LJD ഒരു കലാപക്കൊടി ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഒരു തലവേദനയായുള്ളത്. ഇന്ന് LJDയുടെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് കോഴിക്കോട് യോഗം ചേരുന്നുണ്ട്. പ്രധാനമായും അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനമായും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ജില്ലാ കമ്മിറ്റി പ്രത്യേകമായ യോഗം ചേർന്ന് സീറ്റ് വാങ്ങാൻ CPM-നോട് ചോദിച്ചു വാങ്ങാൻ കഴിയാത്തത് പാർട്ടി നേതൃത്വത്തിന്റെ പരാജയമാണെന്ന് പരസ്യമായി നിലപാടെടുക്കുകയായിരുന്നു. വേണമെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു പൊതുവികാരം LJDക്കുള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. ഇത് ഇടതുപക്ഷത്തിന് ഭീഷണിയാവുന്നത് എങ്ങനെയാണെന്നാൽ വടകരയിൽ ഒരു 50,000 വോട്ടുകൾ അവർക്കുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 തവണയും UDF വിജയത്തിൽ വളരെ നിർണായകമായി അവരുടെ വോട്ടുകൾ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോടും അവർക്ക് പാർട്ടിക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായും ഇവരുടെ മുന്നണി മാറിയ സാഹചര്യത്തിൽ ഇവരുടെ വോട്ട് മുഴുവനായും LDFന് ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൂടി പ്രതീക്ഷിച്ചാണ് വടകര അവർക്ക് ഇത്തവണ പിടിക്കാൻ കഴിയുമെന്നൊക്കെ ഇടതുപക്ഷം CPM കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന തീരുമാനം നിർണായകമായിരിക്കും. ഏതായാലും മുന്നണി മാറ്റി അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് വീണ്ടും വിട്ടുപോകുന്ന എന്ന തരത്തിലുള്ള തീരുമാനമൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെങ്കിൽ കൂടി മുഴുവൻ പ്രവർത്തകരുടെയും വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഒരു സംശയകരമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇത് മാത്രമാണ് LDFന് മലബാർ മേഖലയിലുള്ള ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി എന്നുള്ളത്. എങ്കിൽ കൂടി അവർ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കൃത്യമായ പ്രചരണ രംഗത്തേക്ക് പോയി കഴിഞ്ഞു. ഇന്ന് കോഴിക്കോട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രചരണ രംഗത്തുണ്ട്. വടകരയിൽ P. ജയരാജൻ ഇന്ന് വടകര കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു യോഗം ഇന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇന്ന് വടകരയിലേക്ക് എത്തി പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ആ തരത്തിൽ ഇടതുപക്ഷം വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ മലപ്പുറം മണ്ഡലമാണ് ഏറ്റവും ശ്രദ്ധേയമായ 2 മണ്ഡലങ്ങൾ. മലപ്പുറം ഒപ്പം തന്നെ പൊന്നാനി. ഈ 2 മണ്ഡലങ്ങളിലും വലത് സ്ഥാനാർത്ഥികളുടെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് മുസ്ലിം ലീഗ്, UDF, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരും ഇപ്പോൾ ലിസ്റ്റ് ആയില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗ് 2 മണ്ഡലങ്ങൾ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 2 പേരും അവിടെ പ്രചാരണ രംഗത്തുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് പൊന്നാനി തന്നെയായിരിക്കും. കാരണം പൊന്നാനിയിൽ ഇത്തവണ മുസ്ലിം ലീഗിന്റെ ഉറച്ച മണ്ഡലമാണെന്ന് തുടർച്ചയായി കരുതി പോകുന്ന പൊന്നാനി പക്ഷേ ഇത്തവണ അവർ അല്പം പ്രതിസന്ധിയിലാണ്. കാരണം കോൺഗ്രസുമായി അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം പൊന്നാനിയിലുണ്ട്. ഇതുകൂടി മുതലെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്തവണ അൻവറിനെ അവിടെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. കാരണം അൻവറിന് ഒരു കോൺഗ്രസ് പശ്ചാത്തലമുണ്ട്. KSU യൂത്ത് കോൺഗ്രസ് സംഘടനാ സംവിധാനം കൂടി വളർന്നു വന്ന ഒരു നേതാവാണ് അൻവർ. അതുകൊണ്ട് തന്നെ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കി പൊന്നാനിയിൽ കോൺഗ്രസ് വോട്ടുകൾ നിലവിൽ തന്നെ നിലനിൽക്കുന്ന മുസ്ലിം ലീഗ് കോൺഗ്രസ് അസ്വാരസ്യം മുതലെടുത്ത് കോൺഗ്രസ് വോട്ടുകൾ അനുകൂലമാക്കണം എന്നുള്ളൊരു പ്രതീക്ഷ LDFനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഏതായാലും ആ തരത്തിൽ ഉള്ള ഇടപെടലുകൾ പൊന്നാനിയിൽ നടക്കുന്നു. മലപ്പുറത്ത് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പ്രചരണ രംഗത്ത് സജീവമായി ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ആ തരത്തിൽ മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിൽ LDF, UDF പ്രചരണം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായി ഇറങ്ങിയിരിക്കുകയാണ്. മധ്യകേരളത്തിൽ നിന്ന് ഡാനിയും തെക്കൻ കേരളത്തിൽ നിന്ന് സൈത്തും കോഴിക്കോട് നിന്ന് ഷഹീദുമാണ് ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നൽകിയത്. നിർണായകമായ ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രചരണവും തുടരുന്നുണ്ട്. ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് നിന്ന് 2 കാര്യങ്ങളാണ് ഇന്ന് അറിയാനിരിക്കുന്നത്. ഒന്ന്, PJ ജോസഫ് ഇന്ന് മത്സരിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടായിരിക്കുമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ഇന്നുണ്ടായിരിക്കുന്നു കരുതുന്നു. 2, BJPയുടെ കോർ കമ്മിറ്റി കോട്ടയത്ത് ചേരുന്നുണ്ട്. ശ്രീത്ത്, ഇന്ന് കോട്ടയത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ 2 രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ 2 ഇതാണ്. PJ ജോസഫിന്റെ കാര്യമാണ്. കേരള കോൺഗ്രസ് ചർച്ചകൾ ഏത് വഴിക്കാണ്? കേരള കോൺഗ്രസിന്റെ ആശയവിനിമയങ്ങളാണ് ഇനി നടക്കാനുള്ളത്. പ്രധാനപ്പെട്ട ചില നേതാക്കൾ കെ എം മാണി സന്ദർശിക്കുന്നതിനായി പാലയിലെ വസതിയിലേക്ക് എത്തിച്ചേരുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് ഒരു ആശയവിനിമയം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനകളും കേരള കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്നുണ്ട്. അത് PJ ജോസഫിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെയും UDF നേതൃത്വത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ സമ്മർദ്ദം കൂടി മാണിക്ക് PJ ജോസഫിലേക്ക്
സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് അല്ലെങ്കിൽ പി ജെ ജോസഫിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിന് കാരണമായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ജോസഫിനെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ മാണി ഗ്രൂപ്പിൽ സജീവമായി ഈ അവസാന നിമിഷവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ മാണിയെ സംബന്ധിച്ച് ജോസഫിനെ ഒഴിവാക്കാനാകാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. അങ്ങനെയെങ്കിൽ വൈകാതെ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും BJPയുടെ കോർ കമ്മിറ്റി യോഗം ഉച്ചയ്ക്ക് ശേഷമാണ് കോട്ടയത്ത് ആരംഭിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ മത്സരിച്ചേക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 5 സീറ്റുകൾ BDJSന് നൽകുക, മറ്റ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ ആര് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത ഇന്ന് തന്നെ ഉണ്ടാക്കുക എന്നതാണ് BJP കോർ കമ്മിറ്റി യോഗത്തിന്റെ ഒരു നിലപാട്. പ്രധാനപ്പെട്ട പല സ്ഥാനാർത്ഥികളും, അതായത് കുമ്മനം തിരുവനന്തപുരത്ത്, കെ സുരേന്ദ്രൻ പത്തനംതിട്ട, PC തോമസ് കോട്ടയം, അങ്ങനെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട്, അങ്ങനെയുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ലിസ്റ്റ് കേന്ദ്ര നേതൃത്വത്തിന് നൽകും. അവിടെ നിന്നായിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ പ്രഖ്യാപനം നടത്തുക. എന്തായാലും BJPയുടെ കോർ കമ്മിറ്റി ഏതാണ്ട് 2:30 കോട്ടയത്ത് ആരംഭിക്കും. കോട്ടയത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകളാണ്. ശ്രീ സൂചിപ്പിച്ച പോലെ തന്നെ പി ജെ ജോസഫ് തന്നെ മത്സരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ. ഇനി നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ നേരത്തെ ഉണ്ണി സൂചിപ്പിച്ച പോലെ തന്നെ കെ സുധാകരൻ മത്സരിക്കാനില്ല. പ്രധാനപ്പെട്ട നേതാക്കളുടെ, വലിയ നേതാക്കളുടെ മത്സരത്തോടുള്ള വിമുഖതയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വഹിക്കുന്നതിൽ ഒരു കാരണമായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കെ സുധാകരനാണ്. മനു ചേരുന്നു കണ്ണൂരിൽ നിന്ന്. മനു, കണ്ണൂരിലെ അവസ്ഥ എന്താണ്? ഇപ്പൊ കെ സുധാകരൻ മത്സരിക്കാനില്ല എന്ന് പറയുകയാണെങ്കിൽ പകരം ആര് വരും എന്നാണ് അവിടുത്തെ ചർച്ചകൾ? അതോ കെ സുധാകരനെ തന്നെ നിർബന്ധിച്ചു വരുമോ? എന്താണ് കണ്ണൂരിലെ ഇപ്പോഴത്തെ ചിത്രം? ഗോപി, ഈ തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ കെ സുധാകരൻ മത്സര രംഗത്തുണ്ടാകില്ല എന്ന ചെറിയ സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം വരാനിരിക്കുന്ന നിയമസഭയിൽ അദ്ദേഹത്തിന് നിർണായകമായ ഒരു സ്ഥാനമുണ്ടാകുമെന്നും ആ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് ഒഴിവാക്കാം എന്നും ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നായിരുന്നു ഒരു പൊതുപ്രതീക്ഷ. പക്ഷേ പിന്നീടാണ് കെ സുധാകരൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന ഒരു വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് അദ്ദേഹത്തിന് പുറത്ത് കനത്ത സമ്മർദ്ദം ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ജില്ലയ്ക്കകത്ത് പ്രതീക്ഷിക്കുന്നത്. ഈ സുധാകരൻ മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു സമ്മർദ്ദം ശക്തമായി ഉണ്ടായാൽ അദ്ദേഹത്തിന് അത് സ്വീകരിക്കേണ്ടി വരും. ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും കെ സുധാകരൻ മത്സരിക്കണം എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ അദ്ദേഹം മത്സരിച്ചേക്കുമെന്ന് തന്നെ പ്രതീക്ഷയുണ്ട്. അല്ലാത്ത പക്ഷം സതീശൻ പാച്ചേനിയായിരിക്കും കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി. ഇവിടെ ഒരു പ്രധാന കാര്യം, സ്വതവേ എല്ലാ മേഖലകളിലും സ്വീകാര്യമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം ഇവിടെ അണിനിരത്തുന്നത്. PK ശ്രീമതി ടീച്ചർ ആ നിലയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലും പൊതു സമൂഹത്തിനിടയിലും വലിയ അംഗീകാരമുള്ളൊരു നേതാവ് തന്നെയാണ്. ആ ഘട്ടത്തിൽ അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിയാൽ മാത്രമേ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ നേടാനാകുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു കനത്ത മത്സരം കാഴ്ചവെക്കാനാകുകയുള്ളൂ. ഇതുകൊണ്ട് തന്നെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി കണ്ണൂരിൽ ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹവും കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് കണ്ണൂർ ഒരു CPM കോട്ടയാണ് എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് എല്ലാ കാലത്തും ഇത് കോൺഗ്രസിനോട് കുറേ കാലം, പ്രത്യേകിച്ച് മുല്ലപ്പള്ളിയൊക്കെ തുടർച്ചയായി 5 തവണ വിജയിച്ചൊരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ആർക്കും ഒരു സുരക്ഷിതമായൊരു മണ്ഡലമെന്ന് ഊറ്റം കൊള്ളാനാകില്ല. അതുകൊണ്ട് തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്ന് കോൺഗ്രസിന്, കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന് ജില്ലയിൽ ഒരു നിലപാടുണ്ട്. അത് കെ സുധാകരന് അനുകൂലമായ ഒരു ട്രെൻഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദം ഉണ്ടായാൽ അദ്ദേഹം മത്സരിച്ചേക്കുമെന്നൊരു പ്രതീക്ഷയിലാണ്. BJP CK പത്മനാഭനെ രംഗത്തിറക്കുകയാണെങ്കിൽ ഒരു ശക്തമായൊരു മത്സരം BJPക്കും കാഴ്ചവെക്കാൻ കഴിയും. CK പത്മനാഭൻ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്നൊരു പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. ഒപ്പം തന്നെ CPM 2 സ്ഥാനാർത്ഥികൾ കണ്ണൂർ ജില്ലയിൽ, അതുപോലെ വടകരയിലുള്ള P ജയരാജനും കണ്ണൂരിലെ ശ്രീമതി ടീച്ചറും രണ്ടുപേരും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സജീവമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. പ്രചരണങ്ങൾ എന്ന ഘട്ടത്തിലല്ലെങ്കിലും വനിതാ പാർലമെൻറ്റുകളിലും മറ്റും പങ്കെടുത്തുകൊണ്ട് വോട്ടർമാരെ കാണുന്നതിൻ്റെയൊക്കെ നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഇത് ഒരു മേൽക്കൈ, ആദ്യം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു മേൽക്കൈ തന്നെ അവർക്ക് നൽകിയിട്ടുമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ അവരുടെ പേര് മാത്രം ചർച്ചാ വിഷയമാകുന്നു. അവർ ആ സ്ഥാനാർത്ഥികളെ കാണുന്നു, അവർക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങൾ തുടങ്ങുന്നു. അത്തരത്തിൽ ഏതായാലും കണ്ണൂർ ഒരു രാഷ്ട്രീയ ചൂടിലേക്ക് നീങ്ങുന്നു. അടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ഒരു പ്രതീക്ഷ എന്ന വലിയ ജിജ്ഞാസയോടെ തന്നെ കണ്ണൂർ ഉറ്റുനോക്കുന്നു. ഒരു കാര്യം കൂടി, ഇന്നിപ്പോ അവിടെ CPM ജില്ലാ കമ്മിറ്റി ചേരുന്നില്ലേ? P ജയരാജൻ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ സെക്രട്ടറി, എന്താണ് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ?
ഗോപി, ഞാനിപ്പോൾ ഈ CPM DC-യിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഈ 49 അംഗ ജില്ലാ കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുന്നത്. MV ജയരാജൻ പുതിയ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏൽക്കുകയാണ്. ഒപ്പം തന്നെ P ശശി, നേരത്തെ ജില്ലാ കമ്മിറ്റിയിലെടുത്ത P ശശി ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിന് വന്നിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയേക്കുമെന്ന വിവരങ്ങളും അല്ലെങ്കിൽ അത്തരം അഭ്യൂഹങ്ങളും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ജില്ലാ കമ്മിറ്റി ഇവിടെ ചേരുന്നത്. വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു അഭിമാന പോരാട്ടമായി തന്നെ കണ്ണൂർ ജില്ലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റിക്കകത്ത് നടക്കുന്നത്. കാരണം ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഈ കണ്ണൂർ ജില്ലയിലെ അവരുടെ പ്രകടനം വലിയ തോതിൽ ചർച്ചയാകും എന്നും CPM കരുതുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായൊരു പ്രകടനം കാഴ്ചവെക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ഒപ്പം തന്നെ MV ജയരാജൻ്റെ പോലുള്ള ഒരാളുടെ പൊതുവെ ജനകീയനായ ഒരു നേതാവിൻ്റെ നേതൃത്വം വലിയ തോതിൽ കരുത്തു പകരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPM നേതൃത്വം. തിരിച്ചറിപ്പോൾ ശരണ്യ കൂടി ചേരുന്നു. മനു സൂചിപ്പിച്ച പോലെ സുധാകരൻ മത്സരിക്കാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് മനു സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ആലപ്പുഴയിലും അതേ വിഷയമുണ്ട്. KC മത്സരിക്കാൻ വരില്ല എങ്കിൽ സംഘടനാ ചുമതലയുണ്ട്, അതുകൊണ്ട് KC വേണുഗോപാൽ മത്സരിക്കാൻ വരില്ല എന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലെ അവസ്ഥ എന്താവും? ശരണ്യയിലേക്ക്. ശരണ, എന്താണ് അവിടെ നടക്കുന്ന ചർച്ചകൾ? തീർച്ചയായും അത്തരം ഒരു ശൂന്യത വലതുപക്ഷത്തിന്റെ ക്യാമ്പിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഗോപി, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ ഒരു നഗരപ്രദേശത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ KC വേണുഗോപാലിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരുകളടക്കം പ്രത്യക്ഷമായ ഒരു മണ്ഡലം. മാത്രമല്ല സിറ്റിംഗ് MP ആയ KCക്ക് അത്ര ശക്തമായ ഒരു വോട്ട് സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയായിരുന്നു. പക്ഷേ ഈ ചുവരെഴുത്തുകളെല്ലാം ഇപ്പോൾ അപ്രധാനമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. KC വേണുഗോപാൽ മത്സര രംഗത്ത് നിന്ന് മാറിയിരിക്കുന്നു. വലത് ക്യാമ്പിൽ ഇപ്പോൾ ഒരു ശൂന്യതയാണ് നമുക്കറിയാം. കാരണം ഇനി ആര് മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ച് അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ന്യൂനപക്ഷത്ത് നിന്നുള്ള ആളുകൾ വരണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടക്കം ഷുക്കൂർ അടക്കമുള്ളവർ മുന്നോട്ട് വരുന്നു. ഒപ്പം ഷാനിമോൾ ഉസ്മാന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. ലിജു എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട് മത്സര രംഗത്തേക്ക് ഇല്ല എന്നുള്ളത്. PC വിശ്വനാഥ് അടക്കമുള്ള, പക്ഷേ I ഗ്രൂപ്പിന്റെ തട്ടകമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള KC വേണുഗോപാൽ അടക്കമുള്ളവർ എടുക്കുന്ന തീരുമാനമായിരിക്കും അന്തിമഘട്ടത്തിലേക്ക് എത്തുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് ഒരു തീരുമാനമുണ്ടാവുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ ഈ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ AM ആരിഫിനെ ഇറക്കി മണ്ഡലം പിടിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയായിരുന്നു ഇടതുപക്ഷം. മാത്രമല്ല KC പോലെയുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ചു കെട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരിക്കണമെങ്കിൽ AM ആരിഫിനെ പോലെയുള്ള ഒരു കാൻഡിഡേറ്റിനെ ഇറക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആദ്യഘട്ട പ്രചരണങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് LDF കൺവെൻഷനാണ്. VS അച്യുതാനന്ദനാണ് ആലപ്പുഴയിൽ LDF കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു മിനിറ്റ് തിരിച്ചു വരാം. ശരണ്യ, ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന കാര്യത്തെക്കുറിച്ച് അത് പാർട്ടിയുടെ തീരുമാനമാണ് എന്ന കാര്യം പറയുകയുണ്ടായി. അത് വലിയ രീതിയിൽ ചർച്ചയുമാണ് UDF-ൽ. ആലപ്പുഴയിൽ ഇപ്പോൾ ശരണ്യ സൂചിപ്പിച്ചപ്പോൾ തന്നെ ചുമരുകളിൽ വേണുഗോപാലിന്റെ പേര് എഴുതി കഴിഞ്ഞു. ഇനി അത് മായ്ക്കണോ, മറ്റു പേര് എഴുതണോ തുടങ്ങിയ കൺഫ്യൂഷൻ അതാണോ അവിടെ ഉള്ളത്? തീർച്ചയായിട്ടും ഗോപി, അത്തരമൊരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം സിറ്റിംഗ് MLA ആണ്, ഒപ്പം തന്നെ സിറ്റിംഗ് MP ആണ്. ഒപ്പം തന്നെ കണ്ണൂരുകാരനായ KC വേണുഗോപാൽ ആലപ്പുഴയിൽ എത്തുകയും ആലപ്പുഴയുടെ ഒരു മുക്കും മൂലയും എല്ലാം KC വേണുഗോപാലിന് കൃത്യമായ ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒരാളാണ്. അത്തരം ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതോടുകൂടി മറ്റൊരാളെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എന്നത് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ്. ആലപ്പുഴ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുകയാണെങ്കിൽ പാർട്ടി വോട്ടുകൾക്കപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങളും ഒപ്പം തന്നെ സാമുദായിക സംഘടനകളും ന്യൂനപക്ഷവും ഒക്കെ തീരദേശവും ലാറ്റിൻ കാത്തലിക് അടക്കമുള്ള വിഭാഗങ്ങളുമൊക്കെ വോട്ട് ഷെയറിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ പാർട്ടി വോട്ടുകൾ ഇത് കോൺഗ്രസിനാണെങ്കിലും ഒപ്പം തന്നെ CPM-നാണെങ്കിലും ഒപ്പം BJP-ക്കാണെങ്കിൽ പോലും അവരുടെ പാർട്ടി വോട്ടുകൾക്കപ്പുറം ഈ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് മാത്രമേ വിജയത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ആലപ്പുഴയുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ എന്ന MP-യുടെ കയ്യിൽ ഇത്തരത്തിലൊരു ഭദ്രമായ രീതിയിൽ ആ ഒരു മണ്ഡലം പോയ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംഘടനാ ചുമതലകളുടെ പശ്ചാത്തലത്തിൽ KC വേണുഗോപാൽ തിരഞ്ഞെടുപ്പിൽ നിന്നും മാറുന്നു എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു ഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ എല്ലാ കാലത്തും വന്നിട്ടുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ, അതിശക്തരായ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ കാലയളവിൽ കുറവായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു കുറവിനെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ അരൂർ MLA ആയ അല്ലെങ്കിൽ ഒപ്പം തന്നെ ന്യൂനപക്ഷ പ്രതിനിധി കൂടിയായ AM ആരിഫ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. മത്സരം വളരെ ഒരു ടൈറ്റ് എന്നുള്ള രീതിയിലേക്ക് പോരുന്ന സമയത്ത്
സമയത്താണ് ഇത്തരത്തിൽ KC വേണുഗോപാലിന്റെ ഒരു പിന്മാറ്റം സംഘടന ആ സിറ്റിംഗ് MP-യുടെ പിന്മാറ്റം എത്രമാത്രം വലതുപക്ഷത്തിന് ദോഷകരമായി ബാധിക്കും അതിനെ കവർ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആണെങ്കിലും ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിലും ഷുക്കൂർ ആണെങ്കിലും അടക്കമുള്ള ആളുകൾ പേരുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും അതിനെ കവർ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ആലപ്പുഴയിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കുക എന്നത് തന്നെയാണ് വലതുപക്ഷത്തിന്റെ ഏറ്റവും ശ്രമകരമായ ദൗത്യമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പേരുകളെല്ലാം ലിസ്റ്റിലുണ്ട്. എങ്കിലും വലത് ക്യാമ്പുകളിലടക്കം ആരാണ് മത്സരിക്കുക എന്നുള്ളതും ഒപ്പം അവരുടെ മനസ്സിൽ നിന്നും KC വേണുഗോപാൽ എന്നുള്ള സിറ്റിംഗ് MP-യെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ പുതുതായി പ്രതിഷ്ഠിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട്. ഗോപി, ശരണിയാണ് വിവരങ്ങൾ നൽകിയത്. ഇതാണ് ഇന്ന് രാവിലെയുള്ള ഒരു പൊതുചിത്രം. ഒടുവിൽ സൈത്തിലേക്ക് കൂടി. സൈത്ത്, ഇത് നേരത്തെ സൈത്ത് തന്നെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം അത് വൈകുന്നു. അത് സംബന്ധിച്ചുള്ള അവ്യക്തതകൾ, അവസാന നിമിഷത്തിലുള്ള ചരട് മാറ്റങ്ങൾ എല്ലാം തുടരുന്നു. പക്ഷേ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചാരണ രീതികൾ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ ഇന്നലെ മുതൽ സജീവമായി തന്നെ തുടരുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായി BJPയുടെ ഒരു ഇത്രയും നേരം പല മണ്ഡലങ്ങളും പറഞ്ഞപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തവരായിരുന്നു. BJPയുടെ ഒരു അവസ്ഥ കൂടി എന്താണ്? അപ്പോൾ തിരുവനന്തപുരത്ത് ഏകദേശം ഒരു വ്യക്തത തോന്നുന്നു. ബാക്കിയുള്ള ഏരിയകളിൽ സംസ്ഥാനത്ത് എടുക്കുകയാണെങ്കിൽ സൈത്തുമായിട്ടുള്ള ടെലിഫോൺ കണക്ഷനിൽ അവ്യക്തത ഉണ്ട് എന്ന് പ്രതികരിക്കുന്നു. തിരിച്ചുവരാം. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് അനുമോദ് ചേരുന്നു. അനുമോദ്, അല്പം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹം ഉള്ള ആത്മവിശ്വാസം പുറത്തെടുക്കുകയും ചെയ്തു. എന്താണ് മലപ്പുറത്തെ പ്രചാരണ രീതികൾ? കാരണം വളരെ പൊന്നാനിയിലും അവിടെയും ചിത്രം ഏകദേശം വ്യക്തമായി, ഇടത് വലത് മുന്നണികൾ വ്യക്തമായി. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മലപ്പുറത്തിന്റെ കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്താണ് ഇന്നലെയും ഇന്നും നടക്കുന്ന പ്രചാരണ രീതികൾ? ഗോപി, ആദ്യം UDF-ന്റെ ലീഗിന്റെ പ്രചാരണത്തിലേക്ക് വരികയാണെങ്കിൽ ലീഗ് ഔദ്യോഗികമായിട്ട് ഇന്നു മുതലാണ് പ്രചാരണം തുടങ്ങുന്നത്. രാവിലെ രണ്ട് സ്ഥാനാർത്ഥികളും ET മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയിരുന്നു. തുടർന്ന് ഇന്ന് പ്രചാരണങ്ങൾ പൊന്നാനി മണ്ഡലത്തിലാണ് തുടങ്ങുന്നത്. ആദ്യം കോട്ടക്കലിൽ 2-3 യോഗങ്ങൾ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2-3 യോഗങ്ങളിലാണ് ET മുഹമ്മദ് ബഷീർ പങ്കെടുക്കുന്നത്. ഈ യോഗത്തിൽ തന്നെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്നുണ്ട്. നാളെ DCC-യിൽ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു വിപുലമായ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 2 മണ്ഡലങ്ങളിലെയും കാര്യങ്ങൾ UDF യോഗത്തിൽ, നാളെ നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുമ്പ് പറഞ്ഞത്. ET മുഹമ്മദ് ബഷീർ ഇപ്പോൾ തന്നെ പൊന്നാനി മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. കുടുംബയോഗങ്ങളാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ പലയിടങ്ങളിലും കുടുംബയോഗങ്ങൾ അദ്ദേഹം സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ പരസ്യമായിട്ടുള്ള യോഗങ്ങളോ കുടുംബയോഗങ്ങളോ ഗൃഹസന്ദർശനമൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല. അത് കുഞ്ഞാലിക്കുട്ടി നേരത്തെ സൂചിപ്പിച്ചു. നാളത്തെ UDF യോഗത്തിന് ശേഷമായിരിക്കും മലപ്പുറം മണ്ഡലത്തിലെ ലീഗിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ, പരസ്യമായിട്ടുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ തുടക്കമാവുക. LDF-ന്റെ പ്രചരണത്തിലേക്ക് വരികയാണെങ്കിൽ LDF കഴിഞ്ഞ ദിവസം ശനിയാഴ്ച മുതൽ തന്നെ മണ്ഡലങ്ങളിൽ സജീവമായിട്ടുണ്ട്. VP സാനു ഇന്ന് വേങ്ങര മണ്ഡലത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഗൃഹസന്ദർശനങ്ങളും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ കാണുകയുമാണ് LDF-ന്റെ മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി VP സാനു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം വിവിധ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്ത് മുതിർന്ന നേതാക്കളെ കണ്ട് വോട്ട് ചോദിക്കുന്ന പ്രവർത്തികൾക്ക് തുടക്കമായിരിക്കുന്നു. അൻവർ ആകട്ടെ അല്പം കൂടി റോഡ് ഷോ നടത്തി കുറച്ചുകൂടി വലിയ തോതിൽ അണികളെ ഇളക്കിമറിക്കാവുന്ന തോതിലുള്ള പ്രചരണങ്ങൾക്കാണ് പൊന്നാനി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തുടക്കം കുറിച്ചിരിക്കുന്നത്. തിരൂരിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അന്ന് വൈകുന്നേരം തന്നെ വലിയൊരു ജനകീയ റാലി നടത്തിയായിരുന്നു LDF-ന്റെ പ്രചാരണങ്ങൾക്ക് തുടക്കമായത്. അദ്ദേഹം ഇന്നലെ തൃത്താല മണ്ഡലത്തിലായിരുന്നു. ഇന്ന് പൊന്നാനിയും എടപ്പാളുമാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണമുള്ളത്. എന്താണെങ്കിലും മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ പ്രചാരണ ചുവടിലേക്ക് മലപ്പുറം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ പ്രചാരണ രീതികളുടെ, രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഒരു പൊതു ചിത്രം.